ഹായ് സ്റ്റുഡൻസ്, കരിയർ മേക്കറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സ്റ്റുഡൻസിനും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കസ്റ്റമറുടെ ബോഡിയിൽ നിന്ന് എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഫുൾ ലെങ്ത് മെഷർ ചെയ്യാം. അതിന് ടേപ്പിന്റെ ടോപ്പ് പോർഷൻ ഷോൾഡറിന്റെ ഇവിടെ വെക്കുക. എന്നിട്ട് ഹയസ്റ്റ് പോർഷനിലൂടെ നേരെ ടേപ്പ് പിടിച്ച് താഴോട്ട് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് മെഷർ ചെയ്യാം. കസ്റ്റമറുടെ ആവശ്യമനുസരിച്ച് നമ്മൾ എത്രയാണോ വേണ്ടത് അത്രയും മെഷർ ചെയ്യാം. പിന്നെ ഇനി വേസ്റ്റ് ലെങ്ത്തും നമ്മൾ ഈ ഹയസ്റ്റ് പോർഷനിലൂടെ തന്നെ ഈ ഒരു ഷേപ്പ് വരുന്ന ഭാഗത്താണ് വേസ്റ്റ് ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഷേപ്പ് വരുന്ന ഭാഗം. സ്ലിറ്റ് ലെങ്ത്ത്, അതായത് സൈഡ് ഓപ്പൺ വരുന്നെങ്കിൽ അതിന് എത്രയോ ലെങ്ത്ത് വേണ്ടതെന്ന് മെഷർ ചെയ്യാം. അതിന് നമുക്ക് ഇതുപോലെ ചെരിച്ച് ഇങ്ങനെ എടുത്താൽ മതി. എവിടെയാണോ വേണ്ടത് കസ്റ്റമറിന് അതിനനുസരിച്ച് നമുക്ക് ലെങ്ത്ത് മെഷർ ചെയ്യാം. അതിന് നമുക്ക് ഷോൾഡർ ടു ഷോൾഡർ ഇവിടെ ഒരു ബോണുണ്ട്. ആ ബോൺ മുതൽ ഈ സൈഡിലെ ബോൺ വരെ ഉള്ളതാണ് ഷോൾഡർ ടു ഷോൾഡർ മെഷർ ചെയ്യുന്നത്. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് മെഷർ ചെയ്യാം. ഈ ബെസ്റ്റിന്റെ ലെവലില് 1 ഫിംഗർ ഗ്യാപ്പ്, ടേപ്പ് സെന്ററിൽ വേണം പിടിക്കാൻ. 1 ഫിംഗർ ഗ്യാപ്പാണ് ചെസ്റ്റ് റൗണ്ട് മെഷർ ചെയ്യുമ്പോൾ. അതിന് നമുക്ക് വേസ്റ്റ് റൗണ്ട് മെഷർ ചെയ്യാം. നമ്മൾ നേരത്തെ വേസ്റ്റ് ലെങ്ത് എവിടെയാണോ മെഷർ ചെയ്തത് അവിടെയാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് മെഷർ ചെയ്യേണ്ടത്. 1 ഫിംഗർ ഗ്യാപ്പിലാണ് ഇതും മെഷർ ചെയ്യാൻ. ഇനി നമുക്ക് ഹിപ്പ് റൗണ്ട് മെഷർ ചെയ്യാം. ഇതും ഹയസ്റ്റ് പോർഷനിലൂടെ വേണം മെഷർ ചെയ്യാൻ. ചിലർക്ക് ഹിപ്പിനേക്കാൾ കൂടുതൽ വയറായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പ്രഗ്നന്റ് ലേഡീസിന്റെ ഒക്കെ വയറാ കൂടുതലുള്ളെങ്കിൽ ഇവിടെയാണ് എടുക്കേണ്ടത് 1 ഫിംഗർ ഗ്യാപ്പ്. അടുത്ത നമുക്ക് സ്ലീവിന്റെ ലെങ്ത് എടുക്കാം. സ്ലീവിന്റെ ലെങ്ത് എടുക്കുമ്പോൾ 3 ടൈപ്പ് ഉണ്ട്. ഷോർട്ട് സ്ലീവ്, 3/4, ഫുൾ സ്ലീവ്. അത് കസ്റ്റമറിന്റെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ സ്ലീവ് ലെങ്ത് എടുക്കേണ്ടത്. ഇനി സ്ലീവ് റൗണ്ട് എടുക്കുന്നത്, ഇപ്പം ഷോർട്ട് സ്ലീവ് ആണെങ്കിൽ മസിൽ റൗണ്ട് എടുക്കുക, 1 ഫിംഗർ ഗ്യാപ്പ്. 3/4 ആണെങ്കിൽ കൈ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യിച്ചിട്ട് ഇവിടെ ഉള്ള ഇതെടുക്കുക. ഇത് 1 ഫിംഗർ ഗ്യാപ്പാണ്. ഇനി ഫുൾ സ്ലീവ് ആണെങ്കിൽ കൈ ഒന്ന് ചുരുട്ടി പിടിച്ചിട്ട് ഇവിടുത്തെ ഇത് കറക്റ്റ് അളവാണ് എടുക്കേണ്ടത്. 1 ഫിംഗർ ഗ്യാപ്പ് വേണമെന്നില്ല. നമുക്ക് നെക്ക് ഡെപ്ത് എടുക്കാം. നെക്ക് ഡെപ്ത് എടുക്കുമ്പോൾ എത്രയാണോ നെക്ക് ഡെപ്ത് അവർക്ക് വേണ്ടേ അതിനനുസരിച്ച് പിടിക്കുക. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ച് കാണിച്ചു കൊടുക്കുക. ടേപ്പ് ഒന്ന് ചെരിച്ച് ഇത്രയാണ് നമ്മൾ എടുക്കുന്നതെന്ന്. ഇവിടെയാണ് 6.5 ഇപ്പം എനിക്ക് കിട്ടിയത്. ഇനി നമുക്ക് ബാക്ക് നെക്ക് ഡെപ്തും ഇതുപോലെ തന്നെ എത്രയാണോ വേണ്ടതെന്ന് ചോദിക്കുക. അവിടുന്ന് ഇതുപോലെ ഒന്ന് ചെരിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പൊ എങ്ങനെയാണ് കസ്റ്റമറുടെ ബോഡിയിൽ നിന്ന് മെഷർമെന്റ് എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.